ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പാ നദിയിൽ നടക്കും. ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, MP-മാർ, MLA-മാർ, സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 23 മുതൽ 28 വരെ റാന്നിയിലെ വിവിധ ജലമേളകളും നടക്കും. ചെറുകോൽ ഉത്രാടം തിരുനാൾ ജലോത്സവം ഈ മാസം 23-നും, പേരൂർച്ചാൽ ജലമേള 26-നും, റാന്നി അവിട്ടം ജലോത്സവം 27-നും, ഐരൂർ മാനവമൈത്രി ചതയ ജലമേള 28-നും നടക്കും. സംസ്ഥാനത്ത് ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ജില്ലാ പോലീസ് ഓഫീസ് എന്ന ബഹുമതി പത്തനംതിട്ടയ്ക്ക് ലഭിച്ചു. മന്ത്രി രമേശ് ചെന്നിത്തല ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന് ISO സർട്ടിഫിക്കറ്റ് കൈമാറി. പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകുന്ന നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് ഓഫീസിൽ നടപ്പിലാക്കിയ വിവിധ പരിഷ്കാരങ്ങളും തുടർച്ചയായ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് അംഗീകാരം. ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, എൻവറോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നീ 4 അന്താരാഷ്ട്ര നിലവാര സർട്ടിഫിക്കേഷനുകളാണ് ലഭിച്ചത്. സ്ത്രീ സുരക്ഷാ പ്രവർത്തനം, ഡി അഡിക്ഷൻ കൌൺസിലിംഗ്, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് സംവിധാനം, ക്രൈംബ്രാഞ്ച് ഓഫീസ്, പൊതുജനങ്ങൾക്കായുള്ള ആധുനിക സൌകര്യം തുടങ്ങിയവ ഓഫീസിൽ പ്രവർത്തിച്ചുവരുന്നു. ഓണക്കാലത്ത് പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിനും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ A നിസാമുദ്ദീന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല പൊതുജനാരോഗ്യ സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ജന്തുജന്യ രോഗങ്ങൾ, കൊതുകുജന്യ രോഗങ്ങൾ, എലിപ്പനി തുടങ്ങിയവ പടരാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കും. പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള പ്രവർത്തനങ്ങളും ഏകാരോഗ്യ സമീപനത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകൾ നടത്തുന്ന രോഗപ്രതിരോധ, ശുചീകരണ, ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഓണക്കാലത്തും വേണം ആരോഗ്യ ജാഗ്രത എന്ന സന്ദേശവുമായി പ്രത്യേക ആരോഗ്യ ക്യാമ്പയിനും നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി ഈ മാസം 24 വരെ പ്രത്യേക ഡ്രൈവ് സംഘടിപ്പിക്കും. ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന ശക്തമാക്കും. ചിങ്ങമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ രാത്രി 10-ന് അടച്ചു. ചിങ്ങം 1-ന് വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഓണം പൂജയ്ക്കായി 24-ന് വൈകിട്ട് 5-ന് നട തുറക്കും. 28 വരെയാണ് ഓണം പൂജകൾ നടക്കുക. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കും. ഓണം പൂജയുമായി ബന്ധപ്പെട്ട് നട തുറക്കുന്ന സമയങ്ങളിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, ബേസ് ക്യാമ്പ് എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് നിരോധനം, ശുചിത്വം എന്നിവ ഉറപ്പാക്കുന്നതിനും ശുചീകരണ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും വിവിധ ഉദ്യോഗസ്ഥരെ ജില്ലാ കളക്ടർ A നിസാമുദ്ദീൻ നിയമിച്ചിട്ടുണ്ട്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ ബേസ് ക്യാമ്പ് എന്നിവിടങ്ങളിൽ സാനിറ്റേഷൻ സൂപ്പർവൈസർ, സ്ക്വാഡ് ലീഡർ, സ്ക്വാഡ് അംഗങ്ങൾ എന്നീ ചുമതലകളും ലൈസൻസ് ജോലികളും ഉദ്യോഗസ്ഥർ നിർവഹിക്കും. മാലിന്യം നദിയിലേക്ക് നിക്ഷേപിക്കൽ, സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ മാലിന്യം നീക്കം ചെയ്യാതെയിരിക്കുന്ന സംഭവങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അടൂർ ബൈപ്പാസിൽ വീണ്ടും നഗരസഭ ഹെൽത്ത് സ്ക്വാഡിന്റെ പരിശോധന. 45 ലിറ്റർ പഴകിയ എണ്ണ, വിവിധ തരം പഴകിയ ചിക്കൻ, നൂഡിൽസ്, മുട്ട, കാലാവധി കഴിഞ്ഞ കുബൂസ് എന്നിവ പിടിച്ചെടുത്തു. ബൈപ്പാസിലെ വ്യാപാര സ്ഥാപനങ്ങളായ KFC, ഫിൽഫിൽ, തബാബ്, ഡയാന, ബ്ലാക്ക് പെപ്പർ, പ്ലേറ്റ്സ് ബൈ നേഹ, പറക്കൻസ്, റെഡ് ടീ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഓണം തിരക്കേറിയതോടെ മോശം ഭക്ഷണങ്ങൾ നഗരത്തിലെ ഹോട്ടലുകളിൽ വിതരണം ചെയ്യാൻ സാധ്യത മനസ്സിലാക്കിയാണ് റെയ്ഡ്. അടൂർ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്നത് ബൈപ്പാസിലാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന പരിശോധനയിലും വലിയ തോതിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.